അപ്പോസ്തലന്മാരുടെ പരസ്യ ശുശ്രൂഷയിൽ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ, രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ. ഇവിടെയെങ്ങും ഉപവസിച്ചിട്ടല്ല ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. അപ്പോസ്തലനായ പൗലൂസ് ഫിലിപ്പിയ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടത് തന്നെ വെളിച്ചപ്പാടത്തിയിൽ വ്യാപരിച്ചിരുന്ന ദുരാത്മാവിനെ പുറത്താക്കിയതിനാലാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലൂസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടു പോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളിൽ നിന്ന് വിട്ടുപോയി. ഇവിടെയും ഇവർ ഉപവസിച്ചിട്ടല്ല ഈ ശുശ്രൂഷ ചെയ്തത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഉപവാസത്തെക്കുറിച്ച് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപട ഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകിത്തരും. എന്നാൽ ഈ കാലങ്ങളിൽ കണ്ടുവരുന്ന ഉപവാസങ്ങളൊക്കെ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ആണോ എന്നങ്ങ് തോന്നിപ്പോകുന്നു. സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ആളുകൾ ഉപവസിക്കുന്നു. അതിനുവേണ്ടി ശുശ്രൂഷകന്മാരും ജനത്തെ അതിൻ്റെ വഴിയിലേക്ക് അടിച്ചു കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണല്ലോ.